അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം മണിയറുമായി ബന്ധപ്പെട്ട് ഭാര്യ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ദർശനവും സ്പർശനവും, ഭാര്യ ഭർത്താവിൻ്റെ ലിംഗം നോക്കലും, ഭർത്താവ് ഭാര്യയുടെ യോനിയിലേക്ക് നോക്കുക, അതുപോലെ സ്പർശനങ്ങൾ, ഇതൊക്കെ പലർക്കും വരുന്ന ചോദ്യങ്ങളാണ്. ഭാര്യയുടെ കൈകൊണ്ട് ഭർത്താവിന് ലിംഗം ഇതാക്കുന്നതിൽ സ്വയംഭോഗം, അതായത് സ്വയംഭോഗം എന്ന് പറയാൻ പറ്റില്ല, അതായത് ഭാര്യയുടെ കൈകൊണ്ട് ഭർത്താവിന് ലിംഗം ചലിപ്പിക്കുന്നതിന് വരുന്നതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഒറ്റ വാക്കിലൊക്കെ മറുപടി പറയാം. അപ്പൊ ദർശനവും സ്പർശനവും എന്ന വിഷയമായി ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ വിഷയം. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എന്നാലും കാര്യങ്ങൾ വലിയ മനസ്സിലാവുള്ളൂ. പാതിക്കെട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവൂല. ഒരു 5 മിനിറ്റ് അതിൽ കൂടുതലുണ്ടാവും. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർ കാണുക, അല്ലാത്ത സ്കിപ്പ് ചെയ്ത് പോവുക. എന്താണ് പരമാവധി ഉപയോഗമായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഭാര്യയുടെ ശരീരം മുഴുവനും ഗുഹ്യ ഭാഗം അടക്കം ഭർത്താവ് കാണുന്നതും ആസ്വദിക്കുന്നതും അനുവദനീയമാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്കി കേട്ടിട്ട് പോയാൽ കേട്ടോ. അപ്രകാരം തന്നെ ഭർത്താവിന്റെ ശരീരം മുഴുവനും ലിംഗമടക്കം ദർശിക്കുന്നത് ഭാര്യക്കും അനുവദനീയമാണ്. അതിൽ ഹറാമൊന്നുമില്ല, ഹറാമല്ല. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണെങ്കിൽ പോലും യോനിയിലേക്ക്, ഭർത്താവ് ഭാര്യയുടെ യോനിയിലേക്ക് യോനി ദർശനം അത് നല്ലതല്ല, കറാഹത്താണ്. ഇതിന്റെ കാരണങ്ങളും പറയാം. അതുപോലെ യോനിയുടെ ഉൾഭാഗത്തേക്ക്, ഭർത്താവ് യോനിയുടെ ഉൾഭാഗത്തിലേക്ക് നോക്കുന്നതും ശക്തമായ കറാഹത്താണ്. ചിലപ്പോൾ അത് താല്പര്യക്കുറവിന് കാരണമാകാം, വെറുപ്പിന് കാരണമാകാം. അതുപോലെ ഭർത്താവിന്റെ ലിംഗം ഭാര്യ നോക്കുന്നതും കറാഹത്താണ്. പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. മലദ്വാരത്തിൽ ലിംഗം പ്രവേശിച്ചു കൊണ്ടുള്ള പരിപാടി ഉണ്ടല്ലോ, ബന്ധപ്പെടല്, അത് നിഷിദ്ധമാണ് എങ്കിലും ദർശനം നിഷിദ്ധമല്ല. ഇവിടൊക്കെ നോക്കുന്നതിന് പക്ഷെ കറാഹത്തുണ്ട്. പക്ഷെ ഇവിടൊക്കെ നോക്കുന്നതിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭാര്യയോട് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഭാര്യക്ക് ഭർത്താവിനോട് ഉണ്ടാകുന്ന ഒരു വെറുപ്പുണ്ടാവും, സ്നേഹത്തിന് കുറവുണ്ടാവും. കാരണം എല്ലാം നമുക്ക് പറയാം, വിഷയങ്ങൾ വരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യ ഭാഗം ഞാനും എന്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. ഇബ്നു മാജ, അഹ്മദ്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളപ്പെടുത്തുന്നതാണ് ആയിഷ റളിയല്ലാഹുവിന്റെ ഈ പ്രസ്താവന. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു വിശദീകരിക്കുന്നു, ഭാര്യയുടെ ശരീരത്തിന്റെ ഏതു ഭാഗത്തേക്കും നോക്കൽ അനുവദനീയമാണ്, യോനി ദർശനവും അനുവദനീയമാണ്, നിഷിദ്ധമില്ല. അപ്രകാരം ഭർത്താവിന്റെ ശരീരം മുഴുവനും കാണൽ ഭാര്യക്കും എന്ത് തന്നെയാണ്, അനുവദനീയമാണ്. ഭർത്താവ് നോക്കണ്ട എന്ന് പറഞ്ഞാലും ഭാര്യക്ക് അത് നോക്കാം, അതിന് ഒരു തെറ്റുമില്ല. കാരണം ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കുള്ളതാണ്, നാട്ടിലേക്കുള്ളതല്ലോ. അവനാനുള്ളതാണ്. അപ്പൊ അത് ആണ്ടും കൂടെ ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ ഭാര്യയിൽ നിന്നൊഴികെ നിന്റെ രഹസ്യഭാഗം മറക്കണം എന്നാണ് ഹദീസിലുള്ളത്. ഭർത്താവിന്റെ രഹസ്യമായ ഭാഗം ഭാര്യ കാണുന്നത് നിഷിദ്ധമല്ല എന്നാണ് ഇതിന്റെ വീക്ഷ. എങ്കിൽ ഭാര്യയുടെ രഹസ്യഭാഗത്തേക്ക് ഭർത്താവിന്റെ നോട്ടവും അനുവദനീയമാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ യോനി നോക്കിക്കാണലൊക്കെ ഹറാമാണെന്ന് പറയപ്പെട്ടിട്ടുമുണ്ട്, ഹറാമില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. പല അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായ അഭിപ്രായം അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അതിന് വരുന്ന കാരണങ്ങൾ പറയാം. പക്ഷെ കറാഹത്ത് എല്ലാവരും പറഞ്ഞത് കറാഹത്തുണ്ട്. അപ്പൊ ബന്ധപ്പെടുന്ന അവസരത്തിലാണെങ്കിലും യോനിയുടെ ഉൾഭാഗത്തേക്ക് നോക്കുന്നത് ശക്തമായ കറാഹത്താണ്. മലദ്വാരം കാണൽ ഹറാമാണെന്ന് ചിലർ ഉറപ്പിച്ചു പറഞ്ഞതും പ്രബലമല്ല. ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ പിൻഭാഗത്തുള്ളേക്ക് നോക്കല് ബന്ധപ്പെടാൻ എന്തായാലും പറ്റൂല. പല ആൾക്കാർക്കും അതിന് വലിയ ഇൻട്രസ്റ്റ് ആണ്, പിൻഭാഗത്തിലൂടെ ബന്ധപ്പെടാൻ. പിൻഭാഗത്തിൽ മുന്നിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. പല ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനിക്ക് പറയുന്നത്. ഇതിനിപ്പോ ലജ്ജ വിചാരിച്ചിട്ട് കാര്യമില്ല, പറയേണ്ടത് ചിലപ്പോൾ നമ്മൾ പറയണല്ലോ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ തന്നെ അയച്ചു കൊടുത്താൽ ഒരു സമാധാനമാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ മലദ്വാരത്തില് ബന്ധപ്പെടല് എന്തായാലും പറ്റൂല, അത് തെറ്റായ കാര്യമാണ്. ഏത് റോങ് അടിച്ച് കയറിയാലും അങ്ങോട്ട് കയറി പോയത്, ബാക്കിലൂടെ മുന്നോട്ട് പോകുന്നത് ഒരു പ്രശ്നമില്ല.
അപ്പൊ പ്രബലമല്ല. മലദ്വാരത്തിൽ ലിംഗം പ്രവേശനം ഹറാമാണെങ്കിലും ദർശനം ഹറാമില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇതനുസരിച്ചും അത് കറാഹത്ത് ആണ് വരാനുള്ളത്. തുഹഫ 7, 206, 207 നോക്കിയാൽ ഈ വിഷയം കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇമാം ഖതീബുശ്ശർബീനിരുന്നായിട്ട് കാണാം, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ദർശനം അനുവദനീയമാണ്. യോനിയുടെ ഉൾഭാഗത്തേക്കാണെങ്കിലും നോട്ടം അനുവദനീയമാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും ഗുഹ്യഭാഗം നോക്കുന്നത് കറാഹത്താണ്. ആവശ്യമില്ലാതെ സ്വന്തം യോനി അല്ലെങ്കിൽ ലിംഗം, സ്വന്തമായ നമ്മളെ യോനി, സ്ത്രീ ആണെങ്കിൽ യോനി, ആണെങ്കിൽ ലിംഗം, ഇത് വെറുതെ നമ്മൾ നോക്കല് പോലും കറാഹത്ത് ഉണ്ടെന്ന് നോക്കിയാൽ മുഹരി നോക്കിയാൽ കാണാം. മുഹരി 3, 134 നോക്കിയാൽ ഇത് കാണാം. അതേസമയം ഭാര്യ ഭർത്താക്കൾ പരസ്പരം യോനിയും ലിംഗവും സ്പർശിക്കുന്നത് തെറ്റല്ല. ലൈംഗിക ആസ്വാദനത്തെ ശക്തി കൂട്ടാൻ ഈ ഒരു തൊടലും പിടിക്കലും ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ ഇത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം പറയില്ലെങ്കിൽ അത് വായിട്ട് ഇങ്ങുമ്പോൾ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരും. ഇൻഷാല്ലാ അത് വേറെ എപ്പിസോഡ് ഞാൻ പറയുന്നുണ്ട്. ആ ലൈംഗിക വകയെ നോക്കിക്കാണുന്നതൊന്നും കുഴപ്പമില്ല. ചിലപ്പോൾ താല്പര്യക്കുറവിന് അത് കാരണമായേക്കാം. കഴിയുന്നത് ഒഴിവാക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടക്കേട് തോന്നും. കാരണം അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയാലോ. അപ്പൊ ആ ഒരു അപകടം ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പൊ സ്പർശിക്കുന്നതിലോ അല്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ലാന്ന് ദമ്പതികൾ ലൈംഗികമായി സ്പർശിക്കുന്നതിനെ കുറിച്ച് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അതിന് വിരോധമില്ലെന്നും അതിന് പ്രതിഫല വർധന, അതായത് ആ ബന്ധപ്പെടുന്നതിന് ഒരു ഊർജം കിട്ടാൻ അത് കാരണമാകുമെന്നൊക്കെ പ്രതീക്ഷയുണ്ടെന്ന് മറുപടി നൽകിയിട്ടുണ്ട്. മുഹനി 3, 134 നോക്കിയാൽ ഇത് കാണാൻ കഴിയും. അപ്പൊ ഇൻഷാ അള്ളാ കുറച്ച് ലോങ്ങുള്ള വീഡിയോസ് ആയിരിക്കും. ഇത് 6 മിനിറ്റ് 7 മിനിറ്റ് ഉണ്ടാവും ഇൻഷാ അള്ളാ. അപ്പോ ഇത് പറഞ്ഞുകൊണ്ട് വന്നത് നോക്കുന്നതിൽ പ്രശ്നം കുഴപ്പമില്ല. പിന്തോരത്തിൽ കൂടി അങ്ങോട്ട് കയറി പോകരുത്. പിന്തോരത്തിലും പിന്നിക്കൂടി മുന്നിക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല. പിന്തോരത്തിൽ കൂടി പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞു. നോക്കുന്നതിനും പിടിക്കുന്നതും കുഴപ്പമില്ല. കഴിയുന്നത് ഒഴിവാക്കുക നല്ലത്. നമ്മൾ ദിക്ർ ചൊല്ലുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ആദരവും ബഹുമാനം വെച്ച് നോക്കുമ്പോൾ അത് വായിലിടാനും കുടിപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്നാണ് അടുത്തൊരു എപ്പിസോഡ് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ പല ആൾക്കും സംശയമുണ്ട്. ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഭാര്യ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഭർത്താവ് അറിഞ്ഞിട്ടില്ല. സംഗതി എന്തായാലും രണ്ടും കൂടി യോനിയിൽ നിന്ന് സ്പർശനം കഴിഞ്ഞല്ലോ, അവിടെ ഉള്ളിൽ പോക്ക് കഴിഞ്ഞല്ലോ. അപ്പൊ കുളിക്കണമെന്നുള്ള സംശയമുള്ള ആൾക്കാരുണ്ട്. പല ഭർത്താക്കന്മാരും മെസ്സേജ് ചോദിച്ചവരുണ്ട്. ചിലൊന്നും പബ്ലിസിറ്റി ആക്കുന്നില്ല, ഒക്കെ രഹസ്യമായ വിഷയങ്ങളല്ലേ. അപ്പൊ കുളിക്കണം ചോദിക്കാറുണ്ട്. നമ്മൾ പണ്ടേ മദ്രസയിൽ പഠിച്ചു വരുന്നതാണ്, ഹഷ്ഫ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അത് ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചാൽ പിന്നെ കുളി നിർബന്ധമാകുന്നുണ്ട്. അപ്പൊ അതിന്റെ എപ്പിസോഡ് ഞാൻ അടുത്ത വരുന്നത്, ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചാൽ അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം ഭർത്താവിന്റെ മനീയ് ഭാര്യയുടെ യോനിയിൽ നിന്ന് പുറത്തേക്ക് കുളി കഴിഞ്ഞ ശേഷം വന്നു വീണ്ടും കുളിക്കേണ്ടി വരുമോ, സംശയങ്ങൾക്കൊക്കെ ഉള്ളതല്ലേ. പക്ഷെ നമ്മൾ പറയാം. അപ്പൊ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും അത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും തെറ്റുകൾ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള തൗഫീഖും ആരോഗ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് മാത്രം ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി